ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോണ സ്പെഷ്യൽ കൊഞ്ചിൻ്റെ ഒരു വെറൈറ്റിയാണ്. രണ്ട് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, രണ്ടും കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കൊഞ്ച് ചാപ്സ് ഉണ്ടാക്കുന്നുണ്ട്, കൊഞ്ചിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതെങ്ങനെ ഉണ്ടാകുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ചക്കക്കുരുവിൻ്റെ കാണിച്ചില്ലേ, ഇത് കൊഞ്ചുകൊണ്ടുള്ള കട്ട്ലേറ്റ് കേട്ടോ. കട്ട്ലേറ്റ് ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ ഇന്നുണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ട വെറൈറ്റി ഇൻഗ്രീഡിയൻസ് സവാള, പിന്നെ ക്യാപ്സിക്കം, വേപ്പില, തക്കാളി ഒരെണ്ണം, പിന്നെ 3 പച്ചമുളക്, ഇഞ്ചി, ഗാർലിക് ഇത്രയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ട നമ്മൾ ഉടച്ച് വെക്കണം കേട്ടോ. ഇത്രയാണ് വേണ്ടത്. അപ്പം നമ്മൾ 2 കറി ആയതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഷെയർ ചെയ്ത് കട്ട്ലേറ്റും ഉണ്ടാക്കാം. ഉച്ചത്തെ ലഞ്ചിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയിലോട്ട് ഈ കൊഞ്ച് പുഴുങ്ങിയതും നമ്മൾ കുക്ക് ചെയ്താണ്. അതിനകത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെപ്പർ, പാകത്തിന് ഒരു ചെറിയ സ്പൂൺ ഉപ്പ്, ഇച്ചിരി മസാലപ്പൊടി, മീറ്റ് മസാല ഇടണം കേട്ടോ. അതും കൂടി ഇട്ട് നമ്മൾ പുഴുങ്ങി വേവിച്ച് കുക്ക് ചെയ്ത് വെച്ചിരിക്കണം. അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് ഒരു 10-25 കൊഞ്ചെടുത്തിട്ട് നമ്മൾ ഒരു 25 എണ്ണം ഞാൻ 25 കൊഞ്ച് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് മിക്സിയിൽ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ കൂടി ഇട്ട് മിക്സിയിൽ അടിക്കണം. നമ്മൾ അപ്പം കട്ട്ലേറ്റ് പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് തേങ്ങ ചിരകിയിടാം. അല്ലെങ്കിൽ നമ്മൾ വെച്ചേക്കാനുള്ള കട്ട്ലേറ്റിൽ തേങ്ങ ഇടരുത് കേട്ടോ. അപ്പോൾ തേങ്ങ ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും അടിച്ച് ഞാൻ ഷേപ്പാക്കി വെച്ചിരിക്കണം കേട്ടോ. ഷേപ്പാക്കണം നിങ്ങൾക്ക് അറിയില്ലൊക്കെ നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കൈവെള്ള വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ കൈവെള്ള വെച്ചിട്ട് ഷേപ്പാക്കാൻ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇപ്പം ഞാൻ 5 കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. നമുക്ക് അധികമാണെങ്കിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ വെളിച്ചെണ്ണ നമ്മൾ പെട്ടെന്ന് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് പണി തീരും കേട്ടോ. പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ ഞാൻ വെച്ചിട്ട് പാൻ വെച്ചിട്ട് ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ 2 കറി ആയതിന് കുറച്ച് താമസം വരും. അപ്പോൾ ആദ്യമേ നമുക്ക് കട്ട്ലേറ്റ് ശരിയാക്കാം. കട്ട്ലേറ്റ് ഇങ്ങനെ ഇതിൽ മുക്കിയിട്ട് ഈ മുട്ടവെള്ളയിലൊന്ന് മുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടണം. ഷേപ്പ് കൊണ്ട് നോക്കണം കേട്ടോ. കൊഞ്ച് കട്ട്ലേറ്റാണ്. കട്ട്ലേറ്റ് നമുക്ക് ചിക്കൻ്റെ ഉണ്ടാക്കാം, മീറ്റിൻ്റെ ഉണ്ടാക്കാം, കൊഞ്ചിൻ്റെ ഉണ്ടാക്കാം. എല്ലാ വെറൈറ്റി കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ ചെറിയൊരു ഡിഷായിട്ട് കഴിക്കാം കേട്ടോ. എന്തായാലും കൊഞ്ച് നമ്മൾ ചാപ്സ് ഉണ്ടാക്കാം. അപ്പം ഞാൻ അവിടുത്തെ 2 കട്ട്ലേറ്റും കൂടെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് ചോറിനും കഴിക്കാം. പണി ഇതിനകത്ത് മുക്കി പൊരിച്ച ഇപ്പം ഞാൻ തൽക്കാലം 5 എണ്ണം വെച്ച് കാണിക്കാം കേട്ടോ. വേഗം മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ മറിച്ച് നോക്കിയിട്ട് ഇപ്പം ഞാനത് 500 ഗ്രാം കൊഞ്ച് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. 500 ഗ്രാം കൊഞ്ചെടുത്തിട്ട് 2 വെറൈറ്റി ഉണ്ടാക്കുന്നത് കേട്ടോ. കൊഞ്ച് കട്ട്ലേറ്റും ഉണ്ടാക്കുന്നുണ്ട്, കൊഞ്ച് ചാപ്സും ഉണ്ടാക്കുന്നുണ്ട്. ചാപ്സ് കിഴി ഒരിക്കൽ ഞാനൊരു വീഡിയോ ഇട്ടതാണ്. ചാപ്സ് കിഴി ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് കൊഞ്ച് കറി നമ്മൾ ചോറിന് കഴിക്കാനായിട്ട് നമ്മൾ ബീഫിൻ്റെ ചാപ്സ് ഉണ്ടാക്കൂലേ, അതുപോലെ ഉണ്ടാക്കി കൊഞ്ചുകൊണ്ട് ചാപ്സ് ഉണ്ടാക്കി കിഴിയാക്കാതെ നമ്മളിപ്പോൾ പെട്ടെന്ന് കഴിക്കാനൊക്കെ അതാണല്ലോ. കിഴി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമുക്ക് ആ കിഴി ഫ്രിഡ്ജിൽ ബാക്കി വെച്ചിരുന്നാൽ കുറേ ദിവസം 2-4 ദിവസം എടുത്ത് നമുക്ക് ചൂടാക്കി ഓവനിൽ വെച്ച് ചൂടാക്കി കഴിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മസാലയില്ലേ, മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. മീറ്റ് മസാലയുടെയും ആ
ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ മണമൊക്കെ ആദ്യം നമുക്ക് തുറന്ന് വരണം. ഇത് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ കുക്കായി കിടക്കാൻ നമ്മൾ എന്താ പറയുക, ഈ കൊഞ്ച് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കണായതുകൊണ്ട് ഇതിനധികം പണിയില്ല കേട്ടോ. പിന്നെ ഈ മസാലകളൊക്കെ അങ്ങോട്ട് നമ്മൾ സവാളയും ക്യാപ്സിക്കും ഒക്കെ അങ്ങ് മുരിഞ്ഞ് വരേണ്ട താമസമുള്ളൂ. ഒക്കെ എല്ലാം ശരിയാക്കണം. അപ്പം 2 കറിയാണ് ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. എല്ലാവരും ഒരു കറിയെ കാണിക്കാതെ ഞാൻ 2 കറിയെ കാണിക്കുന്നത്, 2 ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ. ഇത്രയുള്ളൂ. എല്ലാം ശരിയായിട്ടുണ്ട്. ചോറിന് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയാണ്. രാത്രി ചപ്പാത്തിക്ക് ഇതൊക്കെ ഓരോന്ന് കഴിക്കാം കേട്ടോ. അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഓക്കെ, ഇത് കുക്കായി കേട്ടോ. ടിഷ്യൂവിൽ വെക്കണം കേട്ടോ. അതിൽ എണ്ണ വലിയില്ല. ടിഷ്യൂവിൽ നമ്മൾ എടുത്ത് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ടിഷ്യൂവിൽ കോരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ശരീരത്തിൽ അധികം നമുക്ക് പോകത്തില്ല. കൊളസ്ട്രോൾ ഉണ്ടാവും പറഞ്ഞ് പേടിക്കുകയോ വേണ്ട കേട്ടോ. ഇതിൽ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചും ചെയ്യാം കേട്ടോ. എയർ ഫ്രയറിൽ വെച്ച് ചെയ്യാം. എയർ ഫ്രയറിൽ വെച്ച് ചെയ്യുമ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. എയർ ഫ്രയറിൽ അല്ലെങ്കിൽ ഓവനിലൊക്കെ വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അതൊന്ന് എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഇതിന് വേണ്ടി ചാപ്സിന് വേണ്ടി എണ്ണ അപ്പം ഞാൻ ഇതിൽ പൊരിച്ചെടുക്കാം. എയർ ഫ്രയറിലും വെച്ചുണ്ടാക്കാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ചാപ്സ് ഉണ്ടാക്കാം. അപ്പം അതുപോലെ തന്നെ വെളുത്തുള്ളി, സവാള ആദ്യം. അതിൻ്റെ ഐറ്റംസൊക്കെ അറിയില്ല. സവാള വേണം, ഒരു തക്കാളി വേണം, ഒരു ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി, ഗാർലിക് 3 എണ്ണം ഗാർലിക്ക്. പിന്നെ ഇത് അരിഞ്ഞെടുക്കണമല്ലോ, ചതക്കണേ നല്ല, ഒന്ന് കടിക്കണമൊക്കെ നല്ല. പിന്നെ എന്താ പറയുക, വേപ്പില. ഇത്ര ഇട്ട് നമ്മൾ ചാപ്സ് ഉണ്ടാക്കാൻ പോകും കേട്ടോ. സവാള ഒന്ന് വഴങ്ങാക്കാം കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്? കൊഞ്ചോണ്ട് കട്ട്ലേറ്റ്, കൊഞ്ചിൻ്റെ ചാപ്സ്, 2 ഐറ്റംസ് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കണം. പിന്നെ ഇത് കട്ട്ലേറ്റിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞു തന്നല്ലോ. അതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, വെറുതെ ഈ ഐറ്റം എല്ലായിട്ട് ഈ കൊഞ്ച് പുഴുങ്ങിയതും ഇത്രയും ഐറ്റവും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ കൊഞ്ചിന് ഉപ്പിട്ടാണല്ലോ പുഴുങ്ങണം. അപ്പോൾ ഉപ്പ് ഒരു പൊടിക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി അതിൽ ചേർത്തിട്ട് അടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത്രയും ഐറ്റം സെയിം തന്നെ ഐറ്റമാണ് അതിന് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ഇത് പപ്പയപ്പം കഴിക്കാനാകുമ്പോൾ നമുക്ക് ഇച്ചിരി തേങ്ങയും കൂടെ ഇടാം. നമ്മൾ വെച്ചേക്കണ കട്ട്ലേറ്റാണ് ഈ തേങ്ങ യൂസ് ചെയ്യുന്നത് കേട്ടോ. ബേക്കറിയിലൊന്നും വാങ്ങിക്കുന്നതിന് തേങ്ങ ഉണ്ടാവില്ല. തേങ്ങയിൽ നമ്മൾ നല്ല ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ക്യാപ്സിക്കം ഇടാം കേട്ടോ. ക്യാപ്സിക്കം ഒരെണ്ണം അരിഞ്ഞ് വെച്ചാൽ അപ്പം ഞാൻ അതിന് കട്ട്ലേറ്റിനും അത് ഷെയർ ചെയ്ത് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടണം. ഓക്കെ, ഇന്ന് വഴഞ്ഞ് വന്നോട്ടോ. ഇത്രയും പരിപാടിയുള്ളൂ. പിന്നെ അതിൽ പുഴുങ്ങിയതിൽ മസാലപ്പൊടി, മീറ്റ് മസാല, പെപ്പർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടാൽ ഇത് പുഴുങ്ങി വെച്ചേക്കണം കേട്ടോ. നമ്മളത് ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്ത് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. മല്ലിപ്പൊടി ഇത്തിരി ഇട്ടാൽ നല്ലതാണ്. കുറച്ചിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് അതിനകത്ത് നല്ലിക്കത്തില്ല. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ അന്ന് തന്നെ കഴിച്ച് തീർക്കാം. ചിലർ മല്ലിപ്പൊടിയും കൂടി ഇടുന്നിട്ട് അതിനകത്ത്. നമ്മളെ ഇനി പുഴുങ്ങി വെച്ചേക്കാം. ഈ കൊഞ്ച് അതിലോട്ട് ഇടണം കേട്ടോ. ഓക്കെ, അതുങ്ങളെ വന്ന് വഴറ്റി കഴിക്കും. സ്മെല്ല് കേട്ടോ.
കുറച്ച് ചാപ്സ്, ഫിഷ് മോളി ഭക്ഷണം. ചോറ് ഇത്തിരി കഴിക്കണം. കറികൾ നമ്മൾ ചോറാണ് ഇതും കഴിക്കരുത് കേട്ടോ. തടി വയ്ക്കും, നമുക്ക് തടി വയ്ക്കും, ഈ ഷുഗറൊക്കെ കണ്ടമാനാവുമ്പോൾ നമ്മൾ ചോറ് കഴിയുന്നതും ഒരു പ്രായം കഴിഞ്ഞാൽ കുറയ്ക്കുകയാണ് നല്ലത്. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചോറൊക്കെ എല്ലാവരും കുറയ്ക്കുക. അതിന് പകരം നമ്മൾ ഇപ്പോൾ യൂറോപ്യൻകാരെ കണ്ടോ, അവർ ചോറൊന്നും കഴിക്കില്ല, അതെല്ലാം ജങ്ക് ഫുഡാണ്. അവർക്കൊന്നും അധികം അസുഖമില്ലല്ലോ നമ്മളെ പോലെ. വലിയ വലിയ അസുഖമൊന്നുമല്ലോ. ഒരു 100 പേരെടുത്താൽ ഒരു 20 പേർക്ക് അസുഖം ഉണ്ടാവുള്ളൂ. ആ സമയം ഇവിടെ അങ്ങനെയല്ല. 100 പേരെടുത്താൽ 80 പേർക്കും മലയാളീസിന് അസുഖമാണ്, പിന്നെ 20 പേർക്ക് അസുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ യൂറോപ്യൻസ് ചോറ് തൊടിയേ കഴിച്ചില്ല. ചോറ് നമ്മൾ കഴിയുന്നതും കുറയ്ക്കാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മലയാളി സ്ഥലത്തിന് ട്രഡീഷണൽ ഫുഡിനോട് ആഗ്രഹം ഉണ്ടാക്കാൻ ഒരു സ്പൂൺ ചോറൊക്കെ ഉച്ചയ്ക്ക് കഴിക്കുക. രാത്രി നമ്മൾ കഴിയുന്നതും ചപ്പാത്തിയോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി. ബ്രെഡ് ഒരുപാട് എപ്പോഴും കഴിക്കരുത്. എല്ലാ ദിവസവും അതിനകത്തൊക്കെ ഒരുപാട് ചേർക്കുന്നതാണ്. ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് പൊക്കണോണ്ട് ഗ്യാസുള്ളവർക്കൊന്നും പറ്റില്ല. അത് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കഴിക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. കഴിഞ്ഞു. ഇത് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എല്ലാം കറക്റ്റ്. ഓക്കെ, ഇത്രയുള്ള പരിപാടി. പിന്നെ നമുക്ക് ഊണ് കഴിക്കാം എല്ലാവർക്കും. അപ്പോൾ ഇനിയും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും കൂടി പുതിയ വീഡിയോയിൽ കൂടി പുതിയ വീഡിയോ വരുന്നവർ എല്ലാവർക്കും ബായ്.